റെഡി പോട്ടെ. ആഹാ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ നോക്കിയായിരുന്നോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. കണ്ടോ? ഈ ഹെലികോപ്റ്ററിന്റെ ബോഡി ഇരുന്ന് കറങ്ങണുണ്ടോ? അതിന്റെ ഉള്ളിൽ എങ്ങനെ നമ്മളുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. കിളി പാറും. ഹെലികോപ്റ്ററിന്റെ ബാക്കിൽ ഒരു കുഞ്ഞ് റോട്ടർ ഇരുന്ന് കറങ്ങണുണ്ടോ? വിൻഡ് മില്ല് പോലെ. അതില്ലെങ്കിലേ നമ്മുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ഈ ടോയ് പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇത് കറങ്ങുന്നത്. മെയിൻ റോട്ടർ, അതായത് മെയിൻ പങ്ക എന്നൊക്കെ ചെറുപ്പത്തിൽ പറയായിരുന്നു, അത് കറങ്ങുമ്പോൾ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവും. ടോർക്ക് എന്ന് പറയും. അത് ഈ ബോഡിയെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കാൻ ശ്രമിക്കും. ഒരു ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. അപ്പോൾ അതിനുള്ള കൗണ്ടർ ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാലിൽ കൊണ്ടുപോയി ടെയിൽ റോട്ടർ വെച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണോ ബോഡി കറങ്ങുന്നത് അങ്ങോട്ടേക്ക് എയറിനെ പുഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും ടെയിൽ റോട്ടർ കറങ്ങുന്നത്. അപ്പോൾ റിസൾട്ട് എന്താ? ഹെലികോപ്റ്റർ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. പിന്നെ അതിന്റെ ത്രസ്റ്റ് അല്ലെങ്കിൽ എയർ പുഷ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഹെലികോപ്റ്ററിന്റെ ബോഡി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കാൻ പൈലറ്റിന് സാധിക്കും. അപ്പോൾ ചെറുപ്പം തൊട്ടുള്ള ഒരു സംശയം നിങ്ങൾക്ക് തീർന്നിട്ടില്ലേ? കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തോട്ടോ. വീഡിയോ സേവ് ചെയ്തോ. കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ